ഹായ്, വെൽക്കം ടു റൈസ് ടോക്സ്. എല്ലാവർക്കും റൈസ് ടോക്സിലേക്ക് സ്വാഗതം. ഹായ്, എൻ്റെ പേര് റൈഷ. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വിഷയം ഷീ ജിൻപിങ്ങിൻ്റെ പതനം. നിങ്ങൾക്കറിയാം, ചൈനയുടെ പരമോന്നത നേതാവാണ് ഷീ ജിൻപിങ്. ഒരേ സമയം തന്നെ ചൈനയുടെ പ്രസിഡൻറ്റും ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്നുവെച്ചാൽ CCP, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും അതേപോലെ തന്നെ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ്റെ ചെയർമാനുമാണ് അദ്ദേഹം. പിന്നെയെന്ന് വെച്ചാൽ ഷീ ജിൻപിങ് ആദ്യമായിട്ട് അധികാരത്തിലെത്തുന്നത് 2012 2012 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ടാണ് അദ്ദേഹം എന്ന് വെച്ചാൽ ചൈനയിലെ പരമോന്നത സ്ഥാനത്തേക്ക് എത്തുന്നത്. അതിനു മുമ്പ് എന്ന് വെച്ചാൽ അദ്ദേഹം എന്ന് വെച്ചാൽ വൈസ് പ്രസിഡൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 10 വർഷം എന്ന് വെച്ചാൽ 2012 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ ഉള്ള 10 വർഷം ഷീ ജിൻപിങ് എന്ന് വെച്ചാൽ അധികാരം തന്നിലേക്ക് കേന്ദ്രീകരിച്ചു. പിന്നെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നു എന്ന പേരിൽ തൻ്റെ എതിർപക്ഷത്തിലുള്ള ആൾക്കാരെയൊക്കെ വെച്ചാൽ വെട്ടി നിരത്തി നിർത്തുക വെച്ചാൽ പിന്നെ പാർട്ടിയിലെ അധികാര സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കുകയും പാർട്ടിയിലെയും ഗവൺമെൻറ്റിലെയും അധികാര സ്ഥാനങ്ങളിൽ നിന്ന് സൈന്യത്തിലെയും അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കുകയും പിന്നെ അവരുടെ അധികാരങ്ങളെ പിടിച്ചടക്കുകയും ചെയ്തു. പിന്നെ അങ്ങനെ പവർ എന്ന് വെച്ചാൽ തന്നിലേക്ക് കേന്ദ്രീകരിച്ചു, കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുമ്പോൾ എന്ന് വെച്ചാൽ വിരുദ്ധപക്ഷത്തുള്ളവർക്കെതിരെ മാത്രമായിട്ടാണ് അവർ ഇത് ഉപയോഗിച്ചത്. അതേസമയം എന്ന് വെച്ചാൽ സ്വന്തം പക്ഷത്തുള്ളവർ അഴിമതി നടത്തിയാൽ അതങ്ങനെ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്തു. അങ്ങനെ ഒക്കെ ഒരു അഴിമതി വിരുദ്ധ പ്രതിച്ഛായ നേടിയെടുത്ത ഷീ ജിൻപിങ് തൻ്റെ കൂടെ ആദ്യകാലത്ത് നിന്നവരെ പോലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലും പിന്നെ ഭാവിയിൽ തനിക്കെതിരെ തിരിവെന്ന ഭയത്തിൻ്റെ പേരിലും അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും ഒതുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം എന്ന് വെച്ചാൽ അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. തൻ്റെ അധികാരം കൂടുതൽ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ പവർ തന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ 2022 നടന്ന പാർട്ടി കോൺഗ്രസ്സിൽ അദ്ദേഹം 3-ാം തവണയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതെന്ന് വെച്ചാൽ സാധാരണ 2 തവണ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകാൻ പാടുള്ളൂ എന്ന ഒരു കീഴ്വഴക്കം ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നു. അതിനെ കീഴിൽ പറത്തിക്കൊണ്ടാണ് അദ്ദേഹം എന്ന് വെച്ചാൽ 3-ാം തവണയും അധികാരത്തിലേക്ക് വരുന്നത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വ്യവസ്ഥകളിലൊക്കെ മാറ്റം കൊണ്ടുവരികയും ചെയ്തിരുന്നു. ആജീവനാന്തം ഭരണത്തിൽ തുടരുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം വ്യവസ്ഥകളൊക്കെ അങ്ങേര് പാർട്ടിയിൽ കൊണ്ടുവന്നത്. പിന്നെ മാത്രമല്ല 20-ാം പാർട്ടി കോൺഗ്രസ്സിൽ അദ്ദേഹം എന്ന് വെച്ചാൽ ഹൂ ജിൻടാവോയെ ഹാളിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് വെച്ചാൽ പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്ന ഹാളിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് താനാണ് ചൈനയിലെ ഏറ്റവും ശക്തനായ വ്യക്തിയെന്ന് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സിഗ്നലിംഗ് ഒക്കെ നടത്തിയിരുന്നു. വെച്ചാൽ താനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്ന് വെച്ചാൽ ചൈനയിലെ ഏറ്റവും ശക്തനായ നേതാവ്, ശക്തനായ വ്യക്തി എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ന് വെച്ചാൽ പാർട്ടി കോൺഗ്രസ് 20-ാം പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹൂ ജിൻടാവോ എന്ന് വെച്ചാൽ ഹൂ ജിൻടാവോ എന്ന് പറഞ്ഞാൽ മുൻ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തെ ആ ഹാളിൽ നിന്ന് പുറത്താക്കി തൻ്റെ ശക്തി കാണിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എല്ലാ രീതിയിലും പാർട്ടിയിൽ തൻ്റെ സ്വാധീനം ഊട്ടിയുറപ്പിച്ച ഷീ ജിൻപിങ്ങിൻ്റെ അടി തെറ്റാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ 2023 ശേഷമാണ്. ഷീ ജിൻപിങ്ങിൻ്റെ പ്രീമിയറായിരുന്ന ലീ കെക്യാങ്ങിൻ്റെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണത്തിന് ശേഷമാണ് പാർട്ടിയിലെയും സൈന്യത്തിലെയും ഷീ വിരുദ്ധരായിട്ടുള്ള വിവിധ ചേരികളിലുള്ള ആൾക്കാരെ ഒരുമിപ്പിച്ചത്. 2023 ഒക്ടോബറിലാണ് ഹൃദയാഘാതം മൂലം ലീ കെക്യാങ് അന്തരിച്ചത്. അദ്ദേഹം എന്ന് വെച്ചാൽ ഒരു കുറച്ചും കൂടി റിഫോമിസ്റ്റ് ആയിട്ടുള്ള ഒരു നേതാവായിരുന്നു. ലീ കെക്യാങ്ങിൻ്റെ മരണം ഒരു ദുരൂഹമായ സാഹചര്യത്തിലാണ് ഉണ്ടായത്. അപ്പോൾ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുന്നിൽ ഷീ ജിൻപിങ്ങിൻ്റെ കരങ്ങളുണ്ടെന്ന് പാർട്ടിയിലെ പലരും വിശ്വസിച്ചു. അതിനെ തുടർന്നിട്ട് വിവിധ ചേരികളിലുള്ള പല നേതാക്കളും എന്ന് വെച്ചാൽ ഹൂ ജിൻടാവോയുടെ ചേരിയിലുള്ള
നേതാക്കളും അതേപോലെ തന്നെ ജിയാൻ സെമിങ്ങിൻ്റെ വെച്ചാൽ മുൻ പ്രസിഡൻ്റാണ് ജിയാങ് സെമിങ്, അദ്ദേഹത്തിൻ്റെ ക്യാമ്പിലുള്ള പാർട്ടി നേതാക്കളും അതുപോലെ തന്നെ സൈന്യത്തിലെ ഷീവിരുദ്ധ സൈനികരും എന്നുവെച്ചാൽ സൈനിക നേതാക്കൾ എന്നുവെച്ചാൽ ജനറൽസൊക്കെ കൂടി ഒരുമിച്ചിട്ട് ഒരേ ഒരു അംബ്രലയുടെ കീഴിൽ വന്നു. പിന്നെ ഷീക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു കീഴിൽ വന്നു. കാരണം എന്ന് വെച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല, ലീ കിയാങ്ങിൻ്റെ മരണത്തിന് ശേഷം എന്ന് വെച്ചാൽ പാർട്ടിയിലെ ഉന്നതരെല്ലാം തങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് മാത്രമല്ല തങ്ങളുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവരെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒരു കുടക്കീഴിൽ വന്നത്. 2024 ജനറൽ ജാങ് യൂസിയുടെ നേതൃത്വത്തിൽ ഒരു കൊട്ടാര വിപ്ലവം നടന്നു. അതിനെ തുടർന്നിട്ടെന്ന് വെച്ചാൽ അധികാരം മുഴുവൻ എന്നുവെച്ചാൽ സൈന്യത്തിൻ്റെ മുഴുവൻ കൺട്രോൾ എന്ന് വെച്ചാൽ ജനറൽ ഷാങ് യൂഷിയുടെ കീഴിലായി. ഷീ ജിൻപിങ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വെറും നാമമാത്ര ഭരണാധികാരിയാണ് മാത്രമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ കാര്യമായിട്ടുള്ള പവറൊന്നും ഇപ്പോൾ ഷീ ജിൻപിങ്ങിൻ്റെ കയ്യിലില്ല. കാരണം എന്ന് വെച്ചാൽ 2024 നടന്ന കൊട്ടാര വിപ്ലവത്തിന് ശേഷം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ ഷീ ജിൻപിങ്ങിൻ്റെ അനുയായികളായ ആൾക്കാരെയൊക്കെ ഗവൺമെൻറ്റിൽ നിന്നും പാർട്ടിയിൽ നിന്നുമൊക്കെ ഇങ്ങനെ സൈന്യത്തിൽ നിന്നൊക്കെ ഇങ്ങനെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ജനറൽ ജാങ് യൂഷിയുടെ കയ്യിലാണ് പിന്നെ മിലിറ്ററി എന്ന് പറഞ്ഞാൽ ചൈനയിൽ ഇപ്പോൾ എന്ന് വെച്ചാൽ എന്തും ചെയ്യാൻ പറ്റുന്ന ഇതെന്ന് വെച്ചാൽ മിലിറ്ററിക്കാണ്. എന്ന് വെച്ചാൽ എവിടെ വേണമെങ്കിലും എന്തും ബന്ദോബസ്താക്കാനൊക്കെ പറ്റുന്ന ചൈനയിലെ ഏത് ഭാഗത്തും മൂവ് ചെയ്യാൻ പറ്റുന്ന അതാണ് ചൈനീസ് മിലിറ്ററി. എന്ന് വെച്ചാൽ അവരെ കയ്യിലാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ കൺട്രോൾ ഉള്ളത്. പിന്നെ ജനറൽ ജാങ് യൂഷിയുടെ കയ്യിലാണ് എന്ന് വെച്ചാൽ എല്ലാ മിലിറ്ററി ഓപ്പറേഷൻ കമാൻഡ് വെച്ചാൽ തിയേറ്റർ കമാൻഡ്സും വെച്ചാൽ 5 തിയേറ്റർ കമാൻഡ്സാണുള്ളത്. അതിലെന്ന് വെച്ചാൽ ഈസ്റ്റേൺ കമാൻഡ് ഒഴികെ ബാക്കി മുഴുവൻ ജനറൽ ജാങ് യൂഷിയുടെ കീഴിലുള്ള മിലിറ്ററി ജനറൽസിൻ്റെയും അതേപോലെ തന്നെയുള്ള മിലിറ്ററി ഓഫീസേഴ്സിൻ്റെയൊക്കെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൈനയിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഷീ ജിൻപിങ് എന്ന് പറഞ്ഞാൽ വെറും പേരിന് മാത്രമുള്ള ഒരു ഭരണാധികാരിയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് പ്രസിഡൻസി ഉള്ളത്. അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനം അദ്ദേഹത്തിൻ്റെ കയ്യിലാണുള്ളത്. അതേപോലെ തന്നെ CMCയുടെ ചെയർമാൻഷിപ്പും അദ്ദേഹത്തിൻ്റെ കയ്യിലാണുള്ളത്. പക്ഷേ എന്ന് വെച്ചാൽ വെറും നാമമാത്രമാണ്. എന്ന് വെച്ചാൽ കാര്യമായിട്ടുള്ള പവറൊന്നും അദ്ദേഹത്തിന് ഇപ്പോൾ ഇല്ല. എന്നാ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ 2024 സെക്കൻഡ് ഹാഫിന് ശേഷം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലോയലായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ ഘട്ടം ഘട്ടമായിട്ട് അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കി. കുറേ പേരെന്ന് വെച്ചാൽ കാണാനേ ഇല്ല, നേതൃത്വത്തിൽ കാണാനില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്ന് വെച്ചാൽ അവരെ വീട്ടുതടങ്കലിൽ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുക, അതും അല്ലെങ്കിൽ എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇംപ്രിസൺ ചെയ്യുക. അതാണ് എന്ന് വെച്ചാൽ ഇവരുടെ ഒരു ശൈലി. അപ്പോൾ പല നേതാക്കളെയും ഇപ്പം കാണാനില്ല, പല സൈനിക മേധാവികളെയും കാണാനില്ല, സൈനിക നേതാക്കളെയും കാണാനില്ല. അതേപോലെ തന്നെ സെക്യൂരിറ്റി അപ്പാരറ്റസിലെ പലരെയും കാണാനില്ല. ഇതെല്ലാം വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഷീയോട് ലോയൽറ്റിയുള്ള എല്ലാവരെയും സൈന്യത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ്, സെക്യൂരിറ്റി അപ്പാരറ്റസ് നിന്ന് ഒഴിവാക്കുകയാണ്, അതേപോലെ തന്നെ എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്, പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ പാർട്ടിയിലും ഷീപക്ഷത്തിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നാട്ടിലും എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ പൊളിറ്റിക്സിൽ ഈ വെട്ടിനിരത്തലും തഴയലൊക്കെ കാണാൻ സാധിക്കും. എന്നാലെന്ന് വെച്ചാൽ ഈ ചൈനയിൽ എന്ന് പറഞ്ഞാൽ ഇതൊരു നമ്മളെ നാട്ടിൽ നടക്കുന്നതിൻ്റെ പത്തിരട്ടി ശക്തിയിലാണ് ഇതൊക്കെ നടക്കുക. എന്ന് മാത്രമല്ല ചൈനയിൽ ചില സമയം എന്ന് വെച്ചാൽ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം ഈ ചൈനയിലെ പൊളിറ്റിക്സിൽ ഈ വെട്ടിനിരത്തലിൻ്റെയും ഈ തഴയലിൻ്റെയും ഒക്കെ ഭാഗമായിട്ട്. അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ അങ്ങനെ 70s-ലും 80s-ലും ഒക്കെ പലർക്കും ജീവഹാനിയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2020s ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്ന് വെച്ചാൽ നമ്മളത് പുറത്ത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ സൈന്യത്തിലും ചൈനീസ് മിലിറ്ററിയിലും ചൈനീസ് എക്സിക്യൂട്ടീവ് പൊസിഷൻസിലും സെക്യൂരിറ്റി അപ്പാരറ്റസിലും അതേപോലെ തന്നെ പാർട്ടിയിലുമൊക്കെ പലരെയും എന്ന് പറഞ്ഞാൽ തഴയുന്നുണ്ട്. അതിൽ പലരെയും അപ്രത്യക്ഷരാകുന്നുണ്ട്. അതിൽ ഭൂരിഭാഗം പേരെയും ഇംപ്രിസൺ ചെയ്യുക അല്ലെങ്കിൽ റീ എഡ്യൂക്കേഷൻ നടത്തുക അങ്ങനെയൊക്കെ ചെയ്യുകയാണ് ചെയ്യുക. എന്നാൽ വെച്ചാൽ അതിൽ ചിലരാന്ന് വെച്ചാൽ ചിലർക്ക് എന്ന് വെച്ചാൽ ജീവൻ വരെ
നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇപ്പോൾ ചൈനീസ് മീഡിയയിൽ ഷീ ജിൻപിങ്ങിന് പ്രതികൂലമായിട്ട് വാർത്തകൾ വരുമ്പോൾ അതിനാന്ന് വെച്ചാൽ സെൻസർ ചെയ്യുന്നില്ല, അതിനാന്ന് വെച്ചാൽ ഒഴിവാക്കുന്നൊന്നുമില്ല, അതിനങ്ങനെ തന്നെ നിലനിർത്തുന്നുണ്ട്. മാത്രമല്ല ചൈനീസ് ഇൻ്റർനെറ്റിൽ മുൻപ് എന്ന് വെച്ചാൽ ഷീ ജിൻപിങ്ങിനെതിരായിട്ട് എന്തെങ്കിലും അപകീർത്തികരമായ വാർത്തകൾ വരികയാണെങ്കിൽ അത് സെൻസർ ചെയ്യപ്പെടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു സെൻസർഷിപ്പും ഇല്ലെന്ന് മാത്രമല്ല, ഷീ ജിൻപിങ്ങിനെ അപകീർത്തി വരുന്ന പല ന്യൂസുകളും നല്ല രീതിയിൽ ഇങ്ങനെ സ്പ്രെഡാവുകയും ചെയ്യുന്നുണ്ട് ചൈനീസ് ഇൻ്റർനെറ്റിൽ. അതിൽ ചിലവാന്ന് വെച്ചാൽ ഷീ വിരുദ്ധ പക്ഷത്തിലുള്ളവർ പടച്ചുവിടുന്ന വ്യാജ വാർത്തകൾ പോലുമാണ്. അങ്ങനെ എല്ലാ രീതിയിലും എന്ന് വെച്ചാൽ ഷീ ജിൻപിങ്ങിൻ്റെ പവർ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചൈനീസ് നേതൃത്വത്തിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഷീ ജിൻപിങ്ങിനെ കാലാവധി തീരുന്നവരെ നിലനിർത്തണമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം മറ്റേതെങ്കിലും ഒരു വ്യക്തിയെ ഈ അടുത്ത മാസങ്ങളിൽ തന്നെ അപ്പോയിൻറ്റ് ചെയ്യണമോ എന്നാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ അവരുടെ ഒരു ചർച്ച, അവരിലെ ഉന്നത നേതൃത്വത്തിൻ്റെ ചർച്ച. 2027 വരെ ഷീക്ക് കാലാവധിയുണ്ട്. ജനറൽ സെക്രട്ടറി ആയിട്ട് ഷീക്ക് 2027 വരെ തുടരാം. എന്നാൽ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ മാറ്റണമെന്നാണ് ഒരു പക്ഷം വാദിക്കുന്നത്. മറ്റൊരു പക്ഷം എന്ന് വെച്ചാൽ ഷീന അതേപോലെ നാമമാത്രമായിട്ടുള്ള ഭരണാധികാരിയായി നിലനിർത്തിയിട്ട് മുന്നോട്ട് പോകാമെന്നാണ് വേറൊരു പക്ഷം വിശ്വസിക്കുന്നത്. അതിൽ ഏത് വർഷം വിജയിക്കുന്നത് നമുക്ക് നോക്കാം. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഷീ എന്ന് പറഞ്ഞാൽ ഇപ്പം വെറും ഒരു നാമമാത്രമായിട്ടുള്ള വെച്ചാൽ പേരിന് മാത്രമുള്ള ഒരു ഭരണാധികാരി മാത്രമാണ്. ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും കൺട്രോൾ ചെയ്ത വെച്ചാൽ എല്ലാ രീതിയിലും ചൈനയെ കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു നേതാവായിരുന്നു ഷീ ജിൻപിങ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പതനം എന്ന് വെച്ചാൽ അപ്രതീക്ഷിതവുമാണ്, മാത്രമല്ല അവിശ്വസനീയവുമാണ്. കാരണം വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആണ്, അൺബിലീവബിളുമാണ്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു പതനമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ശാരീരിക അവസ്ഥ എന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് മോശവുമാണ്. വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ പല രോഗങ്ങളുമുണ്ട്. മാത്രമല്ല ഹൃദയാഘാതം വരെ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. ഹൃദയാഘാതം വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഓൾറെഡി എന്നാണ് ചൈനീസ് ഗവൺമെൻറ്റുമായിട്ട് അടുത്ത ബന്ധമുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ അത് രഹസ്യമായിട്ടാണ്, അതിപ്പോഴും രഹസ്യമായിട്ട് അതിങ്ങനെ വെക്കുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, അതെന്ന് വെച്ചാൽ തൽക്കാലം അതൊന്നും അത്തരം ന്യൂസുകളൊന്നും പുറത്തു വിടണ്ടെന്ന് അവിടുത്തെ ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ഉണ്ടാവായിരിക്കും. അതുകൊണ്ടാണ് ഇത്തരം ഷീ ജിൻപിങ്ങിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ രോഗാവസ്ഥയൊന്നും പുറത്തു വരാത്തത്. ഏതാനും മാസങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഷീ ജിൻപിങ് എന്ന് വെച്ചാൽ ചൈനയിൽ മാത്രമല്ല, ഈ ലോകത്ത് മുഴുവൻ ഏറ്റവും ശക്തരായ 2-3 വ്യക്തികളിൽ ഒരാളായിരുന്നു. ആ വ്യക്തിയാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ യാതൊരു എന്താ പറയുക നാമമാത്രമായുള്ള അധികാരം മാത്രമുള്ള എന്നുവെച്ചാൽ ഏത് നിമിഷവും പുറത്തേക്ക് വലിച്ചെറിയാൻ ഉള്ള അവസ്ഥയിലുള്ള ഒരു വ്യക്തിയായിട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ചൈനീസ് ഗവൺമെൻറ്റിലും മാറിയിരിക്കുന്നത്. ഇന്ന് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, സംസാരിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഗുഡ് ബൈ, ടേക്ക് കെയർ.